സോ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കാം. ആദ്യം ഫസ്റ്റ് സെഷനിൽ നമ്മൾ ബ്രേക്കിന് ശേഷം എടുത്ത സെഷനിൽ സൗണ്ട് മിസ്സിംഗ് ഉണ്ട്. സോ അവിടെ പറഞ്ഞ സോഴ്സ് ഡോക്യുമെന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, സോ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രൂഫ് അഥവാ എവിഡൻസ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് അവിടെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ കേസിൽ നോക്കാം. സോഴ്സ് ഡോക്യുമെന്റ്സ് എന്താണ്? ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്. ദീസ് ആർ ദി എവിഡൻസസ് സപ്പോർട്ടിങ് ദി ട്രാൻസാക്ഷൻ. ഇത് എവിഡൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് ആണ്. സോ രണ്ട് ടൈപ്പ് ഓഫ് എവിഡൻസ് ഉണ്ടാവും. എക്സ്റ്റേണൽ എവിഡൻസും ഉണ്ടാവും, ഇന്റേണൽ എവിഡൻസും ഉണ്ടാവും. എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന്, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോ ഇവര് പറയണ എന്താന്ന് വെച്ചാൽ എക്സ്റ്റേണൽ എവിഡൻസ് ആർ മോർ റിലയബിൾ ദാൻ ഇന്റേണൽ എവിഡൻസ്. എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് മോർ റിലയബിൾ ആണ് ഇന്റേണൽ എവിഡൻസിനേക്കാൾ. കാരണം എന്താ? ബിക്കോസ് അത് നമ്മളല്ല ഒന്നാമത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഔട്ട്സൈഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ അതിന് അത് ഭയങ്കരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അപ്പോ പർച്ചേസിന്റെ കേസിലും സെയിൽസിന്റെ കേസിലും എന്തൊക്കെ ടൈപ്സ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സോ പർച്ചേസിന്റെ കേസിൽ നമുക്ക് പർച്ചേസ് ബിൽ ഉണ്ട്, പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, ഇൻവോയ്സ് റിസീവ്ഡ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ സെയിൽസ് കേസിൽ സെയിൽസ് ബിൽ ഉണ്ട്, സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്, കോപ്പി ഓഫ് ഇൻവോയ്സ് സെൻഡ് ഔട്ട് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താണ് ഇതിൽ വലിയ ഡിഫറൻസ് വരുത്താൻ എന്താണുള്ളത്? കാരണം ഇന്റേണൽ എവിഡൻസ് ആയാലും എക്സ്റ്റേണൽ എവിഡൻസ് ആയാലും രണ്ടും എവിഡൻസ് തന്നെയല്ലേ. ഇതിൽ എന്തെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുമോ? ലൈക്ക് എന്തെങ്കിലും ഫ്രോഡലന്റ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൻ പ്രാക്ടീസസോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ട് കേസസ് കാണിച്ചുതരാം. ഈ രണ്ട് കേസസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് അവർ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കേസ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് കേസിൽ ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ കേസ് 1 എന്ന് പറയുന്നത് വേർ വി ഹാവ് എക്സ്റ്റേണൽ സോഴ്സ് ഡോക്യുമെന്റ് ഉള്ള ഒരു എക്സാമ്പിൾ ആണിത്. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഡോക്യുമെന്റ്സ് കിട്ടിയപ്പം അതിലെ ഡോക്യുമെന്റിൽ സപ്പോസ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടിയ പർച്ചേസ് ഇൻവോയ്സിൽ അവിടെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ഉണ്ടായത് വെറും 500 rupees ആണ് ആൻഡ് ഇൻകം ആയിട്ട് 1000. സോ നെറ്റ് നോക്കുമ്പോൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ എത്ര വരും? 1000 നിന്ന് 500 കുറച്ചാൽ ബാക്കി 500 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഈ പ്രോഫിറ്റിന്റെ മേളിൽ 30% ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടാക്സ് എന്ന് പറയുന്നത് 150 rupees ആണ്. എത്ര? 150 rupees ആണ് നമുക്ക് ടാക്സ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലടാ? ഓക്കെ ആണ്. സോ ഇനി കേസ് 2 വരുമ്പം ഇത് നമ്മുടെ ഇന്റേണൽ എവിഡൻസ് ആണ്. നമ്മൾ ഇന്റേണൽ എവിഡൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ഇന്റേണൽ എവിഡൻസ്. ഓക്കെ അല്ലേ? ഇത് ഇന്റേണൽ എവിഡൻസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് എത്രയാ? 800 കാണിച്ചു. അപ്പൊ 800 കാണിക്കുമ്പോൾ എന്താ പ്രശ്നം? 800 കാണിക്കുമ്പോൾ നമ്മളിവിടെ കാണിച്ച എന്താ? എക്സ്പെൻസ് കൂട്ടി കാണിക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്താവാണ്? കുറയാം. പ്രോഫിറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ടാക്സും കുറയും. അതെങ്ങനെയാ? ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എത്രയാ വന്നത്? ഓൺലി 200 rupees. 200 rupeesന്റെ 30% എന്ന് പറയുന്നത് നമുക്ക് എത്രയാ? 60 rupees ആണ്. സോ ശരിക്കും നമ്മൾ 150 അടക്കണമായിരുന്നു, 150 രൂപ അടക്കണമായിരുന്നു. പക്ഷെ നമ്മൾ അടച്ചത് എത്രയാ? 60 rupees ആണ്. സോ നമ്മൾ ഇവിടെ ഒരു തട്ടിപ്പ് കാണിച്ചിട്ട് ടാക്സ് സേവ് ചെയ്തത് എത്രയാ? 90 rupees ആണ്. അതുകൊണ്ട് ആണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് എന്ത്? എക്സ്റ്റേണൽ എവിഡൻസ് ആണ് മോർ റിലയബിൾ ദാൻ ഇന്റേണൽ എവിഡൻസ്. കാരണം ഇന്റേണൽ എവിഡൻസിൽ നമുക്ക് കുറെ ക്ലയന്റ് കളിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ ചാൻസ് ഉണ്ട്. സോ അവരെന്താവൂല? ഇന്റേണൽ എവിഡൻസിൽ ഓവർ റിലയബിലിറ്റി തരില്ല. സെറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? സോ നമ്മള് എങ്ങനെ റെക്കോർഡ് ചെയ്യണം ഡേറ്റിലേക്ക്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ബേസിക് റൂളും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ
മൂവിങ് ഫോർവേഡ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഡ്രോയിങ്സ്, ഈച്ച് ആൻഡ് എവറിത്തിങ് വി ഹാവ് ടു ലേൺ. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്തൊക്കെ ഉണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ആസ് വെൽ ആസ് എന്തും കൂടെ ഉണ്ട്, നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സ് കൂടെ ഉണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ് കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? ഈസി പി സി, ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഡൺ. ഇനി ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എന്താന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് ഇതൊന്ന് വായിക്കാം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എനിത്തിങ് ഇൻട്രഡ്യൂസ് ബൈ ദി ഓണർ ടു ദി ബിസിനസ് ഫോർ ദി ഗ്രോത്ത് ആവാം. GROWTH ആണ്, അവിടെ W പോയിട്ടുണ്ട്, നോക്കാം. ഗ്രോത്ത് നോക്കാം. ഓഫ് ദി ബിസിനസ് ഓർ ഫോർ മീറ്റിംഗ് ലോസ് ഉണ്ടാവാം, അതുകൊണ്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം എന്നതിനാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് എന്തൊക്കെ? ക്യാഷ് ഓർ കൈൻഡ്. ഇറ്റ് മീൻസ് ഇൻ ഫോം ഓഫ് ഫിക്സ്ഡ് അസറ്റ് അഥവാ ഗുഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സ് ആവാം. സോ ജസ്റ്റ് നോക്കാം. ഇതാ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ ഓണർ ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ഓണർ ഉണ്ട്. സോ ഈ ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് അഥവാ കമ്പനിയിലേക്ക് കുറെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സപ്പോസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊണ്ടുവന്നു, സപ്പോസ് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു 20K, അസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു 1 lakh, പിന്നെ ഫർണിച്ചർ കൊണ്ടുവന്നു അറൗണ്ട് 30K. സോ ഈ പറയുന്ന ഓണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പറയാം 20,000 പ്ലസ് 1 lakh പ്ലസ് 30,000 which is equal to 1,50,000. 1.5 ലക്ഷം രൂപയാണ് ഈ ഓണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആളുടെ പേരിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ ഓണറിന് എന്തും കൊണ്ടുവരാം അല്ലെ? ഈ ഓണർ എന്തും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എന്തൊക്കെ രീതിയിൽ ക്യാപിറ്റൽ കൊണ്ടുവരാം? ക്യാപിറ്റൽ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എന്താ? അതൊന്ന് ക്യാഷ് ആവാം ഓർ കൈൻഡ് ആവാം. കൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അസറ്റ്, FA എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് ആവാം, ഓർ ഗുഡ്സ് ആവാം. ECBC, ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ് ആവാം, ഗുഡ്സ് ആവാം. സോ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താ പറയുന്നേ? ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു സംഭവത്തിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈസി അല്ലടാ? ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. വളരെ 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 എളുപ്പല്ലേ? അപ്പൊ ഇതാണ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ സപ്പോസ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഇത് ഫൈസ് ആണ്, ആൻഡ് ഐ ഇൻട്രൊഡ്യൂസ്ഡ് ടു മൈ ബിസിനസ് എന്തൊക്കെ? ക്യാഷ് 20,000,
ഫർണിച്ചർ 30,000. Assets 40,000. Car 10,000. സോ ഇവിടെ ഞാൻ ഇത്രയും രൂപയുടെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് അറൌണ്ട് 1,00,000 rupees ആണ്. സോ ഈ 1,00,000 rupeesനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ എന്നുള്ളത്. സോ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം, കൂടാണോ അല്ലെങ്കിൽ കുറയാണോ? ക്യാപിറ്റൽ കൂടാണോ കുറയാണോ? ക്യാപിറ്റൽ കൂടാണ്. ആരുടെ? ഫായിസ് എന്ന് പറയുന്ന ഓണറിന്റെ. ആം ഐ റൈറ്റ്? സോ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? പറ ആലോചിച്ച് നോക്ക്, തല ഉപയോഗിക്ക്. ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ഡേ ക്ലിക്ക് എന്നുള്ളത്. സോ ക്യാപിറ്റൽ വരുന്നത് എവിടെയാണ്? ക്ലിക്കാണ്. ഇവിടെ ക്ലിക്കിൽ എന്താ നടക്കുന്നത്? ക്യാപിറ്റൽ ഇവിടെ ഈ ട്രാൻസാക്ഷനിൽ ക്യാപിറ്റൽ കൂടാണ്. സോ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സിമ്പിൾ അല്ലടാ, ഇത്രേ ഉള്ളൂ. സാധനം ഇത്രയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. സോ ഇത് നിങ്ങൾക്കും ഈസിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാനും. കാരണം ആ രീതിയിലാണ് ആര് പ്രസന്റ് ചെയ്യണത്? ഞാൻ പ്രസന്റ് ചെയ്തു തരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഇസ് എവറിത്തിങ് ഇസ് ഓക്കെ ഓർ നോട്ട്? ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഓടിച്ചുവിട്. അടിപൊളിയായിട്ട് ഓടിച്ചു വിട്ടെ, നോക്കട്ടെ എനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നോക്കട്ടെ. സോ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇതിന്റെ ഡെമോ ലെക്ചേഴ്സ് ആവശ്യമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി യൂട്യൂബിൽ അത് അപ്ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ വൺസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനൊരു ക്ലാസ് ഉണ്ട്, എന്നിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ബോത്ത് CA ആൻഡ് CMAക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം കോൺസെപ്റ്റ്സ് സെയിം ആണ്, ക്വസ്റ്റ്യൻസ് അവർക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ട് ഞാൻ വേറെ വീഡിയോസ് ഇട്ട് കൊടുക്കും. ഓക്കെ, സോ അടിപൊളി ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിന് നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാം. ആൻഡ് വേറൊരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് വാങ്ങാൻ പറ്റും, അതേപോലെ തന്നെ ബണ്ടിലായിട്ട് വാങ്ങാൻ പറ്റും. ഇപ്പൊ ഈ ക്ലാസ് കാണുന്ന കുറെ പേർക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് വാങ്ങിച്ച കുറെ കുട്ടികൾ ഉണ്ടാവും, അതേപോലെ തന്നെ ബണ്ടിലായിട്ട് വാങ്ങിച്ച കുട്ടികൾസും ഉണ്ടാവും. ഓക്കെ, സോ ഇത് തന്നെ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ അവർക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാപ്റ്റർ മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്കത് ആ കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ഈസി ബിസി. സോ നമുക്ക് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഡ്രോയിങ്സ് ആണ്. ഇപ്പൊ എന്താണ് ഈ ഡ്രോയിങ്സ്? നമ്മുടെ പെയിന്റിങ്സ് ഒക്കെയാണോ നമ്മളിങ്ങനെ വരച്ചിട്ട് ചെയ്യണ പെയിന്റിങ്ങിനൊക്കെയാണോ നമ്മൾ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? യെസ് ഓർ നോ? എന്നാ അങ്ങനെയല്ല. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ. എന്നിട്ട് പറയാണെന്ത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല. ഒരിക്കലും ബിസിനസ് എക്സ്പെൻസ് അല്ല. ആദ്യത്തെ പോയിന്റ് എഴുതി വെക്ക്. ഡ്രോയിങ്സ് പോയിന്റ് ഇട്ടുകൊടുക്കുക, റിഡക്ഷൻ ഫ്രം ക്യാപിറ്റൽ ആണ്. സെക്കൻഡ് പോയിന്റ് ഇട്ടുകൊടുക്കുക, ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ് ഇട്ടുകൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് ദ പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ ആണ്, നോട്ട് ടേക്കൺ ഇൻ ടു P&L അക്കൗണ്ട് വൈൽ അസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. എന്തുകൊണ്ടാണ് നമ്മൾ P&L അക്കൗണ്ടിൽ എടുക്കാത്തത്? P&L അക്കൗണ്ടിലേക്ക് എടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ P&L അക്കൗണ്ടിലേക്ക് എടുക്കാത്തത് എന്തുകൊണ്ടാ? P&L അക്കൗണ്ട് എന്ന് പറയുന്നത് ബിസിനസിന്റെ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് കാണിക്കുക. ഇവിടെ നമ്മൾ ആരുടെയാണ് കാണിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസ് ആണ്.
ഈ പേഴ്സണൽ എക്സ്പെൻസ് ഒരിക്കലും എന്തല്ല, നമ്മൾ എടുത്തു പറഞ്ഞു ബിസിനസ് എക്സ്പെൻസ് അല്ല. സോ ബിസിനസ് എക്സ്പെൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രോയിങ്സ് എന്ന് പറയുന്ന സാധനം എവിടെ കാണിക്കാൻ പറ്റില്ല? നമ്മുടെ P&L കാണിക്കാൻ പറ്റില്ല. കാരണം P&L എന്ന് പറയുന്നത് ബിസിനസിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ്, അല്ലാണ്ട് ഒരിക്കലും എന്തിന്റെ അല്ല, പേഴ്സണൽ എക്സ്പെൻസിന്റെ ഒന്നുമല്ല. കത്തിയിലടാ എന്തുകൊണ്ടാ ഡ്രോയിങ്സ് അങ്ങനെ ചെയ്യണേന്നുള്ളത്. സോ തിരിച്ചു വരാണ് നമ്മുടെ നോട്ടിലേക്ക്. എന്നിട്ട് അടുത്തവർ പറയാണ് എനിത്തിങ് വിഡ്രോൺ ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ. കുറച്ച് കീവേഡ്സ് ആണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, റെസിഡൻഷ്യൽ പർപ്പസിന്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പർപ്പസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബിസിനസ്. ഈ ബിസിനസ്സില് നമുക്ക് എന്തൊക്കെയുണ്ട്? ഈ ബിസിനസ് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവാണ്. അത് ഫോർ പേഴ്സണൽ ആവാം, ഹൗസ് ഹോൾഡ് ആവാം, അതല്ല റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാ കേട്ടോ, റെസിഡൻഷ്യൽ പർപ്പസിനാകാം. ഇപ്പൊ എന്തൊക്കെയാ കൊണ്ടുപോകുന്നത്? അത് ക്യാഷ് ആവാം, ബാങ്കിലൂടെ ആവാം, അസറ്റ്സ് ആവാം, ഇൻവെന്ററി ആവാം. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എന്തായിട്ട് കാണിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്? ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കണം. കാരണം അത് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ ആണ്. which has to be deducted from their ആരാണ് കൊണ്ടുവന്നത്? അവരുടെ ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം. എന്താ പറയുന്നത്? പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ ആണ്, വിച്ച് ഹാസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇത് നമുക്ക് P&L നമ്മുടെ ബിസിനസ് P&L കാണിക്കാൻ പാടുവോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാവോ? യെസ് ഓർ നോ? നോ ആണ്, ഒരിക്കലും കാണിക്കാൻ പാടില്ല. കാരണം ആസ് വി സെഡ് അതെന്താണ്? പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി ഓണർ ആണ്. ഈസി അല്ലടാ. ഇത്രേ ഉള്ളൂ ഡ്രോയിങ്സ് എന്താന്നുള്ളത്. ഇനി ഡ്രോയിങ്സ് എന്തൊക്കെ ഫോമിലാവാം? ഞാനിവിടെ ഓൾറെഡി കാണിച്ചു, ബട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ത്? ഡ്രോയിങ്സ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ കൈൻഡ്. എങ്ങനെയാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ക്യാപിറ്റൽ എവിടെ എങ്ങനെ കൊണ്ടുവന്നത്? ക്യാഷ് ഓർ കൈൻഡ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തും കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ഡ്രോയിങ്സ് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, ഇറ്റ് മീൻസ് കൈൻഡ് മീൻസ് ക്യാഷ് ഓർ കൈൻഡ് ഓർ അതർ അസറ്റ്സ്. എക്സാമ്പിൾ എന്തൊക്കെയാ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. എങ്ങനെ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഓഫ് ദി ഓണർ പെയ്ഡ്. എന്ന് വെച്ചാൽ ഞാനാണല്ലോ ഇപ്പത്തെ ഇവിടുത്തെ ഓണർ. അപ്പം ഇതാണ് ആര്? ഫായിസ്. ഇത് CA മാഷ്. എനിക്ക് എൻ്റെ പേരില് LIC എടുക്കണം 10,000 rupees. ഞാൻ എന്ത് ചെയ്തു? എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്നതിന് പകരം CA മാഷിൽ നിന്ന് ഒരു 10,000 എടുത്തിട്ട് എന്താക്കി? ഇത് തമ്മിൽ അങ്ങ് ചാലുവാക്കി. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ LIC എന്ന് പറയുന്ന സാധനം ഇത് എന്ത് എക്സ്പെൻസ് ആണ്? എന്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. പക്ഷെ ഈ പേഴ്സണൽ എക്സ്പെൻസ് ഈ ഏത് മണി വെച്ചിട്ടാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തത്? ഞാൻ യൂസ് ചെയ്തത് CA മാഷിന്റെ ക്യാഷ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. സോ ഈ CA മാഷിന്റെ ക്യാഷ് എന്ന് പറയുന്നത് ഫായിസിന് എന്താണ്? ഫായിസിന് ഡ്രോയിങ്സ് ആണ്.
അതുകൊണ്ടാണ് ഇവിടെ എന്ത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓഫ് ദി ഓണർ. ഇനി ഇൻകം ടാക്സ് ഓഫ് ദി ഓണർ, സെയിം സാധനം. ഫായിസിന് ടാക്സ് അടക്കാനുണ്ട്, ഇൻകം ടാക്സ് അടക്കാനുണ്ട്. ഇൻകം ടാക്സ് അടക്കാനുണ്ട് അറൌണ്ട് 1 lakh. ഓക്കെ, ഫായിസിന് ഇൻകം ടാക്സ് അടക്കാനുണ്ട് അറൌണ്ട് 1 lakh. ഈ ഇൻകം ടാക്സ് 1 lakh അടക്കാനായിട്ട് ഞാൻ എടുത്തത് CA മാഷിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പൈസ എടുത്തത്, 1 lakh. ഇത് വെച്ചിട്ടാണ് ഞാൻ പേയ്മെന്റ് നടത്തിയത്. സോ ഈ പേയ്മെന്റ് നടത്തുമ്പം ഉണ്ടായ ഇമ്പാക്ട് എന്താന്ന് വെച്ചാല്, എന്റെ പോക്കറ്റിൽ നിന്നാണോ പൈസ പോയത്? എന്റെ പോക്കറ്റിൽ നിന്നല്ല പൈസ പോയത്. ഞാൻ ആരുടെ പൈസ എടുത്തിട്ട് അടിച്ചത്? ഞാൻ CA മാഷിന്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ എടുത്തിട്ടാണ് ഈ പേയ്മെന്റ് ചെയ്തത്. സോ ശരിക്കും ഇത് ആരുടെ എക്സ്പെൻസാ? ഫായിസിന്റെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. ആരുടെ എക്സ്പെൻസ് അല്ല? CA മാഷ് എന്നുള്ള ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല. സോ ഇവിടെ വെച്ചിട്ട് എന്താ നടക്കുന്നത്? ഇവിടെ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പെൻസ് ആരുടെ എമൗണ്ട് വെച്ച് യൂസ് ചെയ്തു? CA മാഷിന്റെ എമൗണ്ട് വെച്ച് യൂസ് ചെയ്തു. സോ ഇതും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഡ്രോയിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്തായിട്ട്? ഡ്രോയിങ്സ് ആയിട്ട്. ഓക്കെ, സോ ഇതാണ് ക്യാപിറ്റലും ഡ്രോയിങ്സും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുക്കുക. ഓക്കെ, ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ? ഫട്ടാഫട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് മനസ്സിലായില്ലേ എന്താണ് നടക്കുന്നത് എന്നുള്ളത്? ഇനി കുറെ നേരമല്ലോ നമ്മൾ ഈ തിയറി സെറ്റപ്പ് ആ ഒരു രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. സോ ഇവിടെ ഇനി അടുത്തെന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമുക്ക് എന്തുണ്ടാവും? ഇയർ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഒപ്പം നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്യും. അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല്, ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് 10,000 റുപ്പീസ് ഉണ്ടായി. ഞാൻ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 50,000 അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഈ കൊല്ലത്തെ ലാഭം എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കാരണം ഇതെല്ലാം നമുക്ക് മീൻസ് എനിക്ക് കിട്ടാനുള്ള പൈസയാണ്. ഈ കൊല്ലം നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ അത് എന്റെ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ക്യാപിറ്റൽ എഴുതിയപ്പോൾ നിങ്ങൾ വായിച്ചു, capital is introduced by the owner for the growth of the organization or to set off against the losses. ഓക്കെ അല്ലേ? പിന്നുള്ളത് ഡ്രോയിങ്സ് എന്താ? ഞാൻ സാധനം കൊണ്ടുപോകുമ്പം ഇറ്റ് ഈസ് എ റിഡക്ഷൻ അഗെയിൻസ്റ്റ് ദി ക്യാപിറ്റൽ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഞാൻ കൊണ്ടുപോകുന്ന ഡ്രോയിങ്സ് അതിന്റെ മേളിൽ ചിലപ്പം ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഇൻട്രസ്റ്റും എന്റെ ക്യാപിറ്റലിൽ നിന്ന് പോവും.
ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം കിട്ടുകയുള്ളൂ. കത്തിയോ? കത്തി. സോ ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ തരാം ആൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. സോ ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താക്കി തരാം, നേരെ അങ്ങോട്ട് ഇട്ട് തരാം. ഓക്കെ അല്ലേ? അത് നേരെ അങ്ങോട്ട് ഇട്ട് തരാം. സോ ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് എനിക്ക് 1,25,000 ഉണ്ട്. 1,25,000 ഉണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് capital introduced 50,000 rupees ഉണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. പിന്നെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ ലാഭം, പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 80,000 ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 rupees ആണ്. ആൻഡ് അതേപോലെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 55,000 rupees ആണ്. സോ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കേസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനൊരു ടൈം ലൈൻ പോലെയൊക്കെ ആക്കി നിങ്ങൾക്ക് നല്ല കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സെറ്റ് ഞാൻ ആക്കി തരാം. സോ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇവിടെ ഇങ്ങനെ ഒരു വലിയ ലൈൻ വരച്ചു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു. സോ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്? 1st of April നിന്നാണ്. ആൻഡ് എൻഡ് ചെയ്യുന്നത് 31st of March ലാണ്. സോ 1st of April ആണ് എൻ്റെ ഓപ്പണിംഗ് എന്ത് വരുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കാം. അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് എനിക്കുള്ളത് 1,25,000 ആണ്. ഇതെവിടെ ഉള്ളതാ? ഇവിടെ ഉള്ള സാധനം. ആൻഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഡ്യൂറിംഗ് ദ ഇയർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ ഇയർ സോറി അത് എന്തൊക്കെയോ കളിക്കും. ഓക്കെ, അപ്പൊ ഡ്യൂറിംഗ് ദ ഇയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 50,000 രൂപയാണ്. ഓക്കെ അല്ലേ? ആൻഡ് ഡ്യൂറിംഗ് ദ ഇയർ ഞാൻ ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുപോയത്, ഡ്രോയിങ്സ് എന്താണെന്ന് അറിയാലോ? ഇപ്പൊ ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുപോയത് അറൗണ്ട് എത്രയാ? അറൗണ്ട് 55,000 ആണ്. 55,000 ആണ്. ഈ ഒരു ഏരിയയില് രണ്ട് സാധനം. ഒന്ന് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആണ്. കാരണം നമുക്ക് കൊല്ലം അവസാനം മനസ്സിലാവുള്ളൂ എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത്. 2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഈ 2 സാധനങ്ങൾ എമൗണ്ട് എത്രയാന്ന് കാണിക്കണം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ നമുക്ക് കിട്ടിയത് കാണാൻ പറ്റും അറൌണ്ട് 80,000 rupees ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയത് അറൌണ്ട് 15,000 ആണ്. സോ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആസ് ഓൺ ഈ ഡേറ്റിലുള്ള
ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്താക്കണം, കണ്ടെത്തണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എളുപ്പമാണോ അത് കണ്ടെത്താൻ? ഭയങ്കര എളുപ്പല്ലേ? എന്താ അപ്പൊ എങ്ങനെയാ ഈ ഓപ്പണിംഗ് ക്യാപിറ്റല് നമ്മൾ ഇവിടെ എടുത്ത് എഴുതും. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാ? 1,25,000. അതിന്റെ ഒപ്പം അഡീഷണൽ ക്യാപിറ്റല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്ലസ് ചെയ്യണം. എത്രയാ? 50,000 ആണോ 55,000 ആണോ? 50,000 പ്ലസ് ഈ മൊത്തം ക്യാപിറ്റലിന്റെ മേളിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15,000 ആണ്. ഇനി മൈനസ് ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എത്രയാ? 55,000 ആണ്. പ്ലസ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എത്രയാ? 80,000 ആണ്. ഇനി ഇത് മൊത്തം ആഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും. 1,25,000 പ്ലസ് 50,000 പ്ലസ് 15,000 മൈനസ് 55,000 പ്ലസ് 80,000. 2,15,000 ആണെന്നുണ്ടെങ്കിൽ 2,15,000 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ആൻഡ് ദിസ് 2,15,000 വിൽ ബി ഗോയിങ് ടു എന്ത്? ബാലൻസ് ഷീറ്റ് ആണ് പോവാ. അതെന്താ ബാലൻസ് ഷീറ്റ് പോകുന്നത്? എടാ സിമ്പിൾ ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എന്തൊക്കെയാ പോവാ? ഈ രണ്ട് അക്കൗണ്ടില് ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് പോവാ. ഓക്കെ. ഇനി ബാലൻസ് ഷീറ്റിന്റെ കേസ് ചോദിക്കുന്നതാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ പോവും, അസറ്റ്സ് പോവും, അതേപോലെ ലയബിലിറ്റിയും പോവും. ഈ സാധനങ്ങൾ നമ്മൾ പഠിക്കും. ടെൻഷൻ ആവണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇവിടെ ഞാൻ ബാലൻസ് ഷീറ്റ് എഴുതി കാണിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നു എന്നുള്ളൂ. ഓക്കെ. ഞാൻ അത് ആലോചിച്ചിട്ട് ഇതൊക്കെ എന്താ ടെൻഷൻ ആവണ്ട. വെറുതെ ആലോചിച്ച് കൂട്ടണ്ട. ജസ്റ്റ് മനസ്സിലാക്കുക. ട്രസ്റ്റ് ദി പ്രോസസ്. എന്താ പറയാ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവും. നേരത്തെ നിങ്ങൾക്ക് ഈ മേളിൽ എഴുതിയ സാധനങ്ങളൊന്നും മനസ്സിലാവണ്ടായില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഓരോന്ന് ക്ലിക്കായി തുടങ്ങി. അപ്പൊ അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ തരാൻ പോവാണ്. ഞാൻ ചെയ്യൂല, നിങ്ങൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആൻസർ പറയും. ഓക്കെ അല്ലേ? നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറയും. സോ നെക്സ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് കാൽക്കുലേഷൻ തരാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1.3 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12,000 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദി ഇയർ എന്ന് പറയുന്നത് 25,000 ആണ്. നല്ല ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. പിന്നെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടെത്തേണ്ടത് എന്താന്ന് വെച്ചാല്
കാൽക്കുലേറ്റ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, ഉത്തരം പറഞ്ഞു. ഐ എം വെയിറ്റിംഗ്. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, പെട്ടെന്ന് ഉത്തരം പറയാം. നിങ്ങൾ ഫാസ്റ്റാക്കി ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് പോകാം. റിവേഴ്സ് കാൽക്കുലേഷൻ ആണ്, വലിയ ടെൻഷൻ ഒന്നും വേണ്ട. താഴേന്ന് എങ്ങനെ ബാക്കിലേക്ക് പോകും എന്നുള്ളത് നോക്കിയാൽ മതി. LHS RHS RHS LHS എന്നുള്ളത് ഓരോന്ന് RHS റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്ന് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, അങ്ങനെ ഓരോന്ന് ചെയ്താൽ ഉത്തരം കിട്ടും. ഇത്രയും ക്ലൂ ഞാൻ തന്നു, ഇനി നിങ്ങൾ കണ്ടെത്താം. ഒരു 2 minutes വീഡിയോ 38 ആവുമ്പം നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ഡിസ്കസ് ചെയ്യും. ആൻസർ എത്രയാന്ന് പറയും. Just 1 more minute. Just few more seconds. 38 ആവാൻ പോവുകയാണ്. ഫസ്റ്റ് ആയിക്കോ. 1 2 3 4 5 6 7 8 9 10 3 2 1 and 0. So the answer is, the drawings amount വരുന്നത് 52,000 ആണ്. 52,000. ഇതാണ് ആൻസർ. ഈസിയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലൈക്ക് കാൽക്കുലേഷൻസ് വിൽ ബി ഇങ്ങനെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ക്യാപിറ്റല് ആദ്യം എങ്ങനെ മനസ്സിലായോ? പക്ഷെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ബാക്കി ഇത്രയും ചെയ്താൽ മതി. ഞാൻ ഫോർമുല ആയിട്ട് എഴുതി തരാം. യൂഷ്വലി നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇപ്പുറത്ത് നോക്കിയേ, ഈ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഞാൻ ചെയ്യുന്നില്ല, ഇത് കാണിച്ചു തരാം. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയാ കിടക്കുന്നത്. ഇവിടെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഉള്ളത്. സോ ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്താവും? ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ഫിഗറിലേക്ക് വരും. അതേപോലെ തന്നെ അടുത്ത എന്ത് കൊണ്ടുവരണം? അഡീഷണൽ ക്യാപിറ്റൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതേപോലെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. എല്ലാം ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഡ്രോയിങ്സ് മാത്രം ഇവിടെ വെക്കുക. സോ ഓരോ മൈനസ്, ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് 52,000 കിട്ടും. ഓക്കെ, ആ പ്ലസും മൈനസും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയും എന്നുണ്ടെങ്കിൽ ഡ്രോയിങ്സ് എമൗണ്ട് കറക്റ്റ് ഫിഗർ കിട്ടിയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനും കൂടെ വേണോ, അല്ലെങ്കിൽ ഇത് മതിയോ? ഇത് വലിയ കഥയൊന്നുമില്ല, ബട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ FSലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. എങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, ബട്ട് ഒന്നുകൂടെ ചെയ്യാം. ഒരെണ്ണം മാത്രം ചെയ്ത് വിടണത് നല്ലതല്ല. അപ്പം ഒന്നുകൂടെ ചെയ്യാം.
ഇവിടെ 3.5. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറൗണ്ട് 1 lakh rupees ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറൗണ്ട് 1,20,000 rupees ആണ്. ഓക്കെ. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറൗണ്ട് 30,000 അല്ല 5,000 rupees ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 15,000 rupees ആണ്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് അറൗണ്ട് 30,000 rupees ആണ്. നിങ്ങളിവിടെ കണ്ടെത്തേണ്ടത് കാൽക്കുലേറ്റ് അഡീഷണൽ ക്യാപിറ്റൽ പ്രൊഡ്യൂസ്ഡ്. ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പെട്ടെന്ന് കണ്ടെത്തൂ, പെട്ടെന്ന് പറയൂ. ചെയ്തോളാം. ഞാനിവിടെ പതുക്കെ ചെയ്യേണ്ട, എന്റെ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ചെയ്യും. ആൻസർ 0 ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ യുവർ ആൻസേഴ്സ് ആർ റൈറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയോ തെറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ആൻസർ. സോ അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് റീച്ച് ഔട്ട് ചെയ്തു. ഓക്കെ. സോ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓരോ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ പറയും. നമ്മൾ ജേർണൽ പഠിക്കാൻ പോവാണ്. ഓക്കെ. ജേർണലിലെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതും ഫോളോ ചെയ്യാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് ഇവരെന്താ പറയണെന്ന് നോക്കാം. ഫൈൻഡ് ദി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഓൾസോ സ്റ്റേറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസിങ്. കൂടാണോ കുറയാണോ എന്നുള്ളത്. ഓക്കെ, സിമ്പിൾ അല്ലേ, നമുക്ക് ഭയങ്കര എളുപ്പം അല്ലേ.
എളുപ്പമാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ക്യാഷ് കൊണ്ട്. എന്താ വരാ ഇനി ഐഡിയ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഫായിസ് ഉണ്ട്. ഫായിസ് കുറച്ച് ക്യാഷ് ഇറക്കിയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ടാക്കി. സോ ഈ ഒരു സാധനം എന്താണ്? നമ്മൾ എന്താണ് പഠിച്ചത്? ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എന്തായിട്ടാ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ എന്നാണ് ഈ ഒരു സംഭവത്തിനെ നമ്മൾ പഠിച്ചത്. യെസ് ഓർ നോ? യെസ്. സോ ഈ ക്യാപിറ്റലിനെ എന്താണ് നടക്കുന്നത്? സോ ഓൾറെഡി എൻ്റെ ഒന്നുമില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. സോ ക്യാപിറ്റൽ ആണെന്ന് മനസ്സിലായി. ഈ ക്യാപിറ്റൽ എന്തായി? കൂടി. ബിസിനസിന് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം കൂടി. ക്യാപിറ്റൽ എന്താ? എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഓണർ ടു ദി ബിസിനസ് ആണ്. സോ ഓണർ ടു ദി ബിസിനസ് കൊണ്ടുവരുമ്പോൾ ബിസിനസിന് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനം വന്നോ ഇല്ലേ? വന്നു. അതേപോലെ ബിസിനസ്സിൽ ക്യാഷ് അല്ലേ വന്നത്? സോ രണ്ട് സാധനങ്ങൾ വന്നു. ഒന്ന് എന്താണ്? നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഒന്ന് ക്യാപിറ്റൽ ആണ്. ഈ ക്യാപിറ്റൽ എന്താണ്? നേച്ചർ എന്താ? ക്യാപിറ്റൽ തന്നെയാണ്. എന്താവുകയാണ്? കൂടാണ്. രണ്ടെന്താ? ക്യാഷ് ആണ്. ക്യാഷിന്റെ നേച്ചർ എന്താ? അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അസറ്റ് കൂടാണോ കുറയാണോ? അസറ്റ് കൂടാണ്. സോ ഈ ഒരു എക്സസൈസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെന്താണ്. ഈ ഒരു എക്സസൈസ് ഇങ്ങനെ വേണം ചെയ്ത് പോകാൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ഡെപ്പോസിറ്റിംഗ് ക്യാഷ് ടു ഫേംസ് അക്കൗണ്ട്. ഫേംസ് അക്കൗണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ബാങ്ക് അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒന്നുമില്ല, ഒന്ന് സ്റ്റാർട്ടഡ് ബിസിനസ്. ആരാ സാധനം കൊണ്ടുവരുന്നത്? ഞാൻ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവിടെ എന്തായാലും എന്തെന്നെ വരും? ക്യാപിറ്റല് വന്നിരിക്കും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണോ കൂടാണോ? ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ ക്യാഷ് ആണോ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ബാങ്കിലേക്കാണോ പൈസ ഇട്ടത്? സോ ബാങ്കിലേക്കാണ് പൈസ ഇട്ടത്, ക്യാഷ് അല്ല. സോ ബാങ്ക് എന്ന് പറയുന്ന സാധനം വരും. അതെന്താണ്? നേച്ചർ എന്താ? നേച്ചർ അസറ്റ് ആണ്. ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? ബാങ്ക് ബാലൻസ് കൂടാണ്. സോ ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഓൾറെഡി ഒരു ക്യാപിറ്റൽ ഉണ്ടായി, അതിൽ എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ ക്യാപിറ്റൽ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ്. ഗുഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഓണർ ടു ദി ബിസിനസ്. ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എന്തായിരിക്കും എൻട്രി? നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് എന്തായിരിക്കും? ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിലേക്ക്. അപ്പൊ ആ ഒരു കേസിൽ എന്തായിട്ടാണ് കാണിക്കേണ്ടത്? ആലോചിച്ചു നോക്കൂ മക്കളെ. ഫസ്റ്റ് ആസ് യൂഷ്വൽ ക്യാപിറ്റൽ ആണ്. എന്തും പല രീതിയിലും കൊണ്ടുവന്നാലും അത് ക്യാപിറ്റൽ തന്നെയാവും. അതില് ഒരു ഡിഫറൻസും ഇല്ല. ക്യാപിറ്റൽ എന്താവാണ്? കൂടാണ്. രണ്ട് കൊണ്ടുവന്നത് എന്താ? ഗുഡ്സ് ആണ്. പക്ഷെ അതെന്ത് നേച്ചറാ? പർച്ചേസ് അത് ഇത് അങ്ങനെ എല്ലാം ആലോചിച്ച് നോക്കുമ്പം എന്ത് നേച്ചറായിട്ടാ വരാ? എക്സ്പെൻസ് ആണോ അസറ്റ് ആണോ? ആലോചിച്ച് നോക്ക്. ഗുഡ്സ്
നമുക്ക് എന്തായിട്ട് പറയാം? അസറ്റ് ആയിട്ട് പറയാം. ഈ അസറ്റ് ഇൻക്രീസ് ചെയ്യാണോ? അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഇനി അടുത്തത് ഇൻട്രഡ്യൂസ് ഫർണിച്ചർ ബൈ ദി ഓണർ. ഫർണിച്ചറും കൊണ്ടുവന്നു, അതും തന്നെയാ, ക്യാപിറ്റൽ തന്നെയാണ്. ക്യാപിറ്റൽ തന്നെയാണ്. ക്യാപിറ്റൽ തന്നെയാണ് പറയാ. ഇൻക്രീസ് ചെയ്യാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ വാട്സപ്പിൽ മെസ്സേജ് ആക്കാം. ഓക്കെ, കുറെ മെസ്സേജസ് വരുന്നതാണ്. സോ ഫസ്റ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ഒന്ന് എന്ത് ചെയ്യാൻ നോട്ടിഫൈ ചെയ്ത് കാണാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ വെറുതെ അല്ല, ഒരു ഡിം ഉണ്ടല്ലേ റെഡി. ഇത് ഞാൻ പറഞ്ഞു ലൈറ്റ് ഓൺ ആക്കി. സോ ഫർണിച്ചർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഫർണിച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫർണിച്ചറിന്റെ ഇതെന്താണ്? നേച്ചർ എന്താണ്? അസറ്റ്സ് ആണ്. കൂടോ കുറയോ? കൂടും. അസറ്റ് കൂടാണ്. കത്തുന്നുണ്ടോ? വിഡ്രോൺ ക്യാഷ് ഫ്രം ദി ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോൺ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഇതാ. ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് റിഡക്ഷൻ അഗെയിൻസ്റ്റ് എന്താണ്? ക്യാപിറ്റൽ ആണ്. നേച്ചറും കിട്ടി. ക്യാപിറ്റൽ കൂടോ കുറയോ? റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും കുറയല്ലേ ഉള്ളൂ, കുറയ്ക്കാം. രണ്ട്, ക്യാഷ് ആണ്. ക്യാഷ് അസറ്റ് ആണ്. ഈ അസറ്റ് കൂടാണോ കുറയാണോ? ബിസിനസ്സിൽ നിന്നുള്ള ക്യാഷ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഓൾറെഡി ബിസിനസ്സിൽ ഉണ്ടായ ക്യാഷ് കുറയല്ലേ ഉള്ളൂ എടുത്തിട്ട് പോകുമ്പോ. 5000 രൂപ ഉണ്ടായി, അതിൽ 2000 രൂപ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 3000 ഉള്ളൂ. ശരിയാണോ? 5000 രൂപ ക്യാഷ് ഉണ്ട്, അതിൽ 2000 രൂപ ഞാൻ എന്റെ പേഴ്സണൽ യൂസിന് എടുത്തിട്ട് പോയി. എന്റെ ബിസിനസ്സിൽ ഇപ്പൊ എനിക്ക് ക്യാഷ് എത്ര ഉള്ളൂ? 3000 ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാഷ് കൂടാണോ ചെയ്തത്? എഫക്ട് എന്താ ഉണ്ടായത്? കൂടാണോ ചെയ്തത്? കുറവാണോ ഉണ്ടായത്? കുറയാണ് ഉണ്ടായത്. സോ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഈ അസറ്റ് ലയബിലിറ്റി ക്ലാസിഫിക്കേഷൻ, അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ ഇൻകം എക്സ്പെൻസ്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഓക്കെ, ഓടിക്കണ്ട, പതുക്കെ തന്നെ നോക്കാം. എന്നിട്ട് ഇത് ചെയ്യുമ്പം ഇത് നിങ്ങൾ എന്തായിട്ട് ചെയ്യേണ്ടി വരും? ഹോംവർക്ക് 6 മുതൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടി വരും. പെയ്ഡ് LIC ഒന്നൊരു സ്ക്രീൻഷോട്ടോ ഫോട്ടോ എടുത്ത് നോക്ക്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ടോ ഹോംവർക്കോ എടുത്തു നോക്ക്. ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്ത് വെക്ക്. ഒരു ഫോട്ടോ എടുത്ത് വെക്ക്. എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ ഒരു അടിപൊളി സാധനം എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ അതിനു മുന്നേ ഒരു ചെറിയൊരു 5 മിനിറ്റ്സ് അല്ല 2 മിനിറ്റ്സ് വാട്ടർ ബ്രേക്ക് തരാം. എനിക്കൊന്ന് വെള്ളം കുടിക്കണം. സോ അപ്പോഴത്തേക്കും നിങ്ങളൊന്ന് ഉഷാറായിട്ട് വാ, എന്നിട്ട് വേണം നമുക്കത് നല്ല രീതിക്ക് തലേ കയറ്റാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ എനിക്കില്ലേ ഒരു എമൗണ്ട്
എനിക്കൊരു എമൗണ്ട് എന്താവാണ്, ഒരു എമൗണ്ട് ഇൻകർ ആവാണ്, ഒരു എമൗണ്ട് ഇൻകർ ആയിട്ടുണ്ട്. ഈ എമൗണ്ട് ഇൻകർ ആവുമ്പം എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടുവേർഡ്സ് ദിസ് എന്ന് പറയുന്നത്, ഇതിന് വല്ല, ഈ എമൗണ്ട് ഇൻകർ ആയപ്പം ഇതിന് വല്ല ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ എന്നാണ്. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇഫ് ദി ആൻസർ ഇസ് നോ എന്നാണെന്നുണ്ടെങ്കിൽ, ആൻസർ നോ എന്നാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻസർ നോ എന്നാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് ഞാൻ പറയും, അതെന്താണ്, അത് എക്സ്പെൻസ് ആണ് എന്ന് ഞാൻ പറയും. ഒറ്റയടിക്ക് എക്സ്പെൻസ് ആണ്. ഇനി സപ്പോസ് ആ സെയിം സാധനത്തിന് അവർ പറയാണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് പറയും, അതിനെ ഞാൻ അസെറ്റ് എന്ന് പറയും. അസെറ്റ്. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് യെസ് എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്ത് പറയും, അസെറ്റ് എന്ന് പറയും. ആൻഡ് വൺസ് അസെറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും അവിടെ വെച്ച് എന്താക്കുന്നില്ല, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ നിർത്തുന്നില്ല. ഐ സ്റ്റിൽ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ അസെറ്റ് എന്ന് പറയുന്ന സാധനം ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ഉണ്ടോ, മോർ ദാൻ 1 ഇയർ ഉണ്ടോ, ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 1 ഇയർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇതിനും എനിക്ക് 2 ഉത്തരം കിട്ടും. ആദ്യത്തെ ഉത്തരം 1, ഇത് രണ്ടാമത്തെ ഉത്തരം. ഇഫ് ദി ആൻസർ ഇസ് നോ എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എന്ത് അസെറ്റ് ആണ്, അത് കറന്റ് അസെറ്റ് ആണ്. ആൻഡ് ഇഫ് ദി ആൻസർ ഇസ് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് അസെറ്റ് ആണ്. സോ ഇവിടെ വെച്ച് നിങ്ങൾ എന്ത് പഠിച്ചു, ഒറ്റടിക്ക് എന്താണ് ഫിക്സ്ഡ് അസെറ്റ്, എന്താണ് കറന്റ് അസെറ്റ് എന്നുള്ളത് ഈസി ആയിട്ട് ഭയങ്കര എളുപ്പത്തിൽ പഠിച്ചു. എങ്ങനെയാണ്, എമൗണ്ട് ഇൻകർ ആക്കിയിട്ടുണ്ട്. ആ എമൗണ്ട് ഇൻകർ ആയപ്പം ഞാൻ നോക്കാണ്, ഞാൻ ഇപ്പൊ എമൗണ്ട് ഇൻകർ ആയ സാധനത്തിന്റെ മേളിൽ എനിക്ക് വല്ല ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളത്. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് എന്താന്ന് പറയാം, എക്സ്പെൻസ് ആന്ന് പറയാം. എന്നിട്ട് ഈ എക്സ്പെൻസ് എവിടെ കാണിക്കാം, ഈ എക്സ്പെൻസിനെ നമുക്ക് എവിടെ കാണിക്കാം, 2 സ്ഥലത്ത് കാണിക്കാം. അത് ബേസ്ഡ് ഓൺ കുറച്ച് ക്രൈറ്റീരിയ ആണ്. അതെന്താ, whether it is a direct expense. ഈ പറയുന്ന എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഈ പറയുന്ന എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കും. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ആസ് യൂഷ്വൽ 2 ആൻസർ കിട്ടും. അതിലൊന്ന് യെസ് എന്നാവും, മറ്റൊന്ന് നോ എന്നാവും. അപ്പം യെസ് എന്നുള്ളിടത്തും നോ എന്നുള്ളിടത്തും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. സപ്പോസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ള സ്ഥലത്ത് അത് ഏത് അക്കൗണ്ടിലേക്ക് പോവും, അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകും. ഇനി നോ എന്നാന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. ഇങ്ങനെയാണ് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. ഇനി ഇത് കറന്റ് അസറ്റ് ആയിക്കോട്ടെ ഫിക്സ്ഡ് അസറ്റ്സ് ആയിക്കോട്ടെ, രണ്ടും എവിടെ പോവും, ബാലൻസ് ഷീറ്റ് പോകും.
ബാലൻസ് ഷീറ്റ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്, ബട്ട് ലെസ് ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ്, വിച്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺ ബാലൻസ് ഷീറ്റ്. ആൻഡ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട് വിച്ച് ഇസ് മോർ ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺ ബാലൻസ് ഷീറ്റ്. സെയിം. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റ് ഏത് സൈഡിലാ അതും കൂടെ പറഞ്ഞുതരാം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്, ഇതും അസറ്റ് സൈഡ്. ഓക്കെ അല്ലേ? ഈ ഡയഗ്രാം പെട്ടെന്ന് വരച്ചെടുത്തു. 1 സ്റ്റെപ്പ് സൊല്യൂഷൻ ആണിത്. ഒറ്റടിക്ക് എന്താണ് എങ്ങനെയാന്നുള്ളത് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. 1 മിനിറ്റ് ആണ് തരാം. 1 മിനിറ്റ് അല്ല, 2 മിനിറ്റ്. ഇപ്പം അറൗണ്ട് വീഡിയോ ടൈം 1 hour 1 മിനിറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1 hour 3 minutes നമ്മൾ എന്താക്കും? അടുത്തതിലേക്ക് കടക്കും. സെറ്റ് അല്ലടാ? അടുത്തലേക്ക് പോയാലോ? അടുത്തലേക്ക് പോവാം. ഇത് കാണേ. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു എമൗണ്ട് എന്തായിട്ടുണ്ട്? ഒരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് റിസീവ്ഡ് ആണ്. ഈ എമൗണ്ട് റിസീവ്ഡില് ഞാൻ ചോദിക്കുന്നത് ഒരു ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കിട്ടിയ പൈസയിൽ എനിക്ക് വല്ല ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. വല്ല ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ടോ? ആൻഡ് ഓഫ് കോഴ്സ് 2 ആൻസർ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഒന്ന് യെസ് എന്നും മറ്റേത് നോ എന്നുമാണ്. ഒന്ന് യെസ് എന്നുള്ള ഉത്തരവും കിട്ടും, മറ്റൊന്ന് നോ എന്നുള്ള ഉത്തരവും കിട്ടും. ആൻഡ് യെസ് എന്നുള്ള ഉത്തരത്തിന് ഞാൻ ചോദിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നോ എന്നുള്ള ഉത്തരത്തിന് ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. യെസ് എന്നുള്ള ചോദ്യത്തിനും നോ എന്നുള്ള ചോദ്യത്തിനും എന്റെ അടുത്ത ചോദ്യം എന്താണ്? ഇനി ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് ഡയറക്ട്ലി പറയാം. അതെന്റെ ഇൻകമാണ്. അതെന്റെ ഇൻകമാണ്. ആൻഡ് ഇൻകം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കണം എന്ത്? വെദർ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഇൻകം. നമുക്ക് 2 എക്സ്പെൻസ് ഉള്ള പോലെ തന്നെ ഇതിലും 2 ഉണ്ടാവും. ഡയറക്റ്റ് ഇൻകം ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടാവും. ഇനി ഡയറക്റ്റ് ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ദി ആൻസർ ഇസ് യെസ് എന്നാണെന്നുണ്ടെങ്കിൽ, യെസ് നോ.
യെസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡയറക്റ്റ് ഐറ്റംസും എങ്ങോട്ട് പോകും? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോവും. ഇതെങ്ങോട്ട് പോവും? നോ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവെക്കും. ഈസി പീസി, ടേക്ക് ഇറ്റ് ഈസി. So whether it is a direct income, it has to be gone to trading account, and if it is not, if it is an indirect income, it has to be reflected on profit and loss account. As simple as that. And ഇൻകം പാർട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടേക്കാ വരുന്നത്? ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കും, ഇസ് it towards the owner? ഓണറിനെതിരെയാണോ ആ ഒബ്ലിഗേഷൻ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ പൈസ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദി ഓണർ ആണോ? രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടും. ഒന്ന് യെസ്, രണ്ട് എ ബിഗ് നോ. യെസ് എന്നാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് ക്യാപിറ്റൽ, which is shown in balance sheet, balance sheetന്റെ ഏത് സൈഡില്? ലയബിലിറ്റി സൈഡ്. ആൻഡ് ഇസ് ഇറ്റ് ടുവേർഡ്സ് ഓണറിൽ നമ്മുടെ ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എന്താണ്? ടുവേർഡ്സ് ഔട്ട്സൈഡർ ആണ്. ഓണർ അല്ലെങ്കിൽ പിന്നെ എന്തായാലും ടുവേർഡ്സ് ഔട്ട്സൈഡർ ആണ്. ഇപ്പം നോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു നിങ്ങൾക്ക് നോട്ട് ആയിട്ട് തരാം. സോ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ഔട്ട്സൈഡർ ആയിരിക്കും. അപ്പൊ ആ കേസിൽ ഇതിനെന്തായിട്ട് വിളിക്കും? ലയബിലിറ്റി എന്ന് വിളിക്കും. കഴിഞ്ഞോ? ഇല്ല. ഇസ് ദിസ് ലയബിലിറ്റി, ഈ ലയബിലിറ്റിയുടെ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ മോർ ദാൻ 1 year ആണോ? ടു ആൻസേഴ്സ്, യെസ് ആൻഡ് നോ. യെസ് ആണെന്നുണ്ടെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റി. നോ ആണെന്നുണ്ടെങ്കിൽ കറന്റ് ലയബിലിറ്റി. യെസ് ആണെന്നുണ്ടെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റിയും നോ ആണെന്നുണ്ടെങ്കിൽ കറന്റ് ലയബിലിറ്റിയും. ഇങ്ങനെയാണ് നമ്മളൊരു സാധനം ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നല്ല പോലെ പഠിക്കാനും നല്ല പോലെ മനസ്സിൽ നിൽക്കാനും വേണ്ടി പഠിക്കാനായിട്ട് ഓരോ ഡയഗ്രാംസ് ഉണ്ടാക്കും. എങ്ങനെയുണ്ട് സാധനങ്ങൾ? പെട്ടെന്ന് എഴുതിയെടുത്തു. ഈ നോൺ കറന്റ് ലയബിലിറ്റിയും നിങ്ങൾക്ക് അവിടെ അടിയിൽ തന്നെ എന്ത് ചെയ്താം? ബാലൻസ് ഷീറ്റ് ആണ്, ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഓക്കെ, സോ അതും അവിടെ എഴുതി വെച്ചു. സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത് എന്ന് ഈസിയസ്റ്റ് ഫോർമാറ്റിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ലെക്ചർ ആണ്.
കഴിഞ്ഞില്ലടാ, ഈസി അല്ലേ? സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കറന്റ് ലയബിലിറ്റി എന്താണ്, ലോങ് ടൈം നോൺ കറന്റ് ലയബിലിറ്റി എന്താണ്, എക്സ്പെൻസ്, ഇൻകം, അസറ്റ് നമ്മൾ പഠിക്കും. ടെൻഷൻ ആവണ്ട. പക്ഷെ ആ ഡയഗ്രത്തിന് സെയിം സാധനം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് പാർട്ട് ഈസ് ഹോംവർക്ക് ഫോർ യു ഗൈസ്. നിങ്ങൾ ചെയ്യുക. ഡൗട്ട് ഉള്ളത് ഇന്ന് കണ്ട ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡൗട്ട് ഉള്ളത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ക്ലിയർ ഔട്ട് ചെയ്യുക. അത് നീട്ടി ബാക്ക്ലോഗ് ആക്കി വെക്കണ്ട. ഉള്ളത് അപ്പം ഫട്ടാഫട്ട് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ആക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം മൊത്തം എന്താണ്, ഹോംവർക്ക്. ഓക്കെ ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് നോട്ടായിട്ട് അടുത്ത നമ്മൾ ഇടുന്ന സാധനമാണ്, ഇവര് പറയാണ് പർച്ചേസ് അക്കൗണ്ട്സ് ആർ യൂസ്ഡ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ്. കൊള്ളാം. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് അവിടെ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിടൂല, അതിന് പകരം പർച്ചേസ് അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട്? പർച്ചേസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ പറയാം. വെൻ ആൻ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പം കൺസേൺഡ് അസറ്റ് അക്കൗണ്ട് ഇസ് യൂസ്ഡ്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇതാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്നാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. സപ്പോസ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്നാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എന്താണ്? ഫർണിച്ചർ ഞാൻ വാങ്ങിച്ചു. ഫർണിച്ചർ വാങ്ങുമ്പം അതിന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. കാരണം വാങ്ങുമ്പോൾ തന്നെ തീർന്നു പോകുന്ന ഒരു സാധനമല്ല, നമുക്കത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് നല്ലപോലെ ഉണ്ട്, ഭാവിയിൽ കുറെ വട്ടം യൂസ് ചെയ്യാം. ഓക്കെ, സോ അതെന്താന്ന് മനസ്സിലായി? അസറ്റ് ആണ്. സോ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താണ്, എന്ത് അക്കൗണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക? ആ കൺസേൺഡ് അസറ്റ് അക്കൗണ്ടിന്റെ പേര് നമ്മൾ ഇവിടെ എഴുതും, ഫർണിച്ചർ അക്കൗണ്ട്. പർച്ചേസ് ഓഫ് കാർ അക്കൗണ്ട്. പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങള് അസറ്റാ പർച്ചേസ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ അസറ്റിന്റെ പേരെന്താണോ ആ പേര് വെച്ച് തന്നെ. ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും? പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇനി അടുത്തത്, ഗുഡ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. ഗുഡ്സ് മീൻസ് എനിത്തിങ് പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് സെയിൽ. ഞാൻ വാങ്ങിച്ച്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ വാങ്ങിച്ച് നാളെ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനത്തിനെയാണ്, അല്ലെങ്കിൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനത്തിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അസെറ്റ്സ് അതർ ദാൻ ഗുഡ്സ് ആർ നോട്ട് പർച്ചേസ്ഡ് ഫോർ സെയിൽ. ഇറ്റ് ഈസ് ഫോർ ബ്രിങ്ങിങ് ഫ്യൂച്ചർ റവന്യൂ ടു ദ ബിസിനസ്. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും, ഫ്യൂച്ചർ റവന്യൂ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അസറ്റ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തന്നെ. ഓക്കെ, ഇഫ് ഗുഡ്സ് ആർ ഗോയിങ് ഔട്ട് ഓഫ് ദി ബിസിനസ് ഫോർ അതർ ദാൻ സെയിൽ, one account will be purchase account and the value will be cost price. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓണർ withdrawn goods worth 1,000 for personal use. ഇവിടെ നമ്മുടെ ബിസിനസ് നിന്ന് ഗുഡ്സ് പോയിരിക്കുന്നത് സെയിലായിട്ടല്ല, ഓണറുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് കൊണ്ടുപോയത്. സോ ആ ഒരു കേസില് ഒരു അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. ആൻഡ് മറ്റേ അക്കൗണ്ട് ഏതാ? പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ആവും. ഇതാണ്
ഇവര് പറഞ്ഞു തന്നത് ഏതിലൂടെ? ഈ ഒരു സെന്റൻസിലൂടെ. ദ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ എക്സ് ആൻഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് ഈസ് ഹെൽഡ് ബാക്ക് ബൈ ദി ഓണർ. എങ്ങനെ ഗുഡ്സ് വിറ്റു, ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ആർക്കാ ഗുഡ്സ് വിറ്റത്? ഗുഡ്സ് വിറ്റത് നമ്മള് മിസ്റ്റർ എക്സിനാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് which is held back by the owner. held back by the owner എന്ന് വെച്ചാല് നമുക്ക് മിസ്റ്റർ എക്സ് പറയുന്ന ഒരാളുടെ മിസ്റ്റർ എക്സിന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സോൾഡ് ചെയ്തു. ഗുഡ്സ് പൈസ വിറ്റിട്ട് ക്യാഷ് ആർക്ക് കൊടുത്തു? ക്യാഷ് നമ്മുടെ ഓണർ സാഹിബിന് കൊടുത്തു, ഓണറിന് കൊടുത്തു. ഈ ഓണർ എന്ത് ചെയ്തിട്ടില്ല? ഓണർ ഈ പൈസ ആർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓണർ ഈ പൈസ ആർക്ക് കൊടുത്തിട്ടില്ല? ബിസിനസ്സില് കൊടുത്തിട്ടില്ല. അത് ആ പൈസ എന്താക്കിയിരിക്കുകയാണ്? ഓണർ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എപ്പോഴും നിലവിലെ എമൗണ്ട് പൈസ ആരുടെ കയ്യിലാണല്ലേ? ഈ എമൗണ്ട് പറയുന്നത് ഈ പുള്ളിയുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓണർ പൈസ പിടിച്ചു വെച്ചേക്കല്ലേ, അപ്പൊ അത് സെയിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് എന്ത് എൻട്രിയാ നമ്മൾ എന്താ കാണിക്കുക? ഒരു അക്കൗണ്ട് പർച്ചേസും ആയിരിക്കും, പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും, മറ്റേത് ഡ്രോയിങ്സ് ആയിരിക്കും. അത് അതർ ദാൻ സെയിൽ ആയിട്ടാണ് കാണിക്കുക. ഹെൽഡ് ബാക്ക് ബൈ ദി ഓണർ ആണ്. അപ്പം അത് എന്തായിട്ട് കാണിക്കും? അതർ ദാൻ സെയിൽ ആയിട്ട് കാണിക്കും. പക്ഷെ എപ്പോഴും എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് തന്നെയാവും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? സോ സെക്കൻഡ് സെഷൻ അറൌണ്ട് 1 hour 20 minutes ആവാൻ പോവുകയാണ്. സോ ഇവിടം വരെ ഇപ്പൊ എടുക്കണുള്ളൂ. തേർഡ് സെഷനിൽ നമ്മൾ എന്താക്കും? കറന്റ് ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കും. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, എന്തിനാണ് ഇവിടെ വെച്ച് ഇത്രയും ടൈം കൺസ്യൂം ചെയ്ത് പതുക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ, the foundation has to be very strong. If the foundation is very strong, you can build an empire over that. Okay, and always remember, make it as a kiss. Keep it simple and stupid. Okay, so എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും reach out to me. I will be always available for you. So ഏത് അറ്റംപ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആയിക്കോട്ടെ, ഈ ബേസിക് പോർഷൻ മാത്രം നിങ്ങൾ 1.5 2 എന്നിട്ട് കാണല്ലേ. കാരണം ഇത് നിങ്ങൾക്ക് പതുക്കെ പോയാൽ മതി. ഈ ഒരു പോർഷനൊക്കെ പതുക്കെ പോയാൽ മതി. ഈ പോർഷൻ സെറ്റായാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വെച്ച് പാസ്സാവുന്നതിലല്ലടാ, ഇത് നിങ്ങൾക്ക് എൻ്റയർ ലൈഫിൽ ആവശ്യമുള്ളതാ. അക്കൗണ്ട്സിന്റെ ബേസിക് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ബേസ് ആണ്. ഓഡിറ്റ് ചെയ്യണം, ബേസ് വേണം. ഇൻകം ടാക്സ് ചെയ്യണോ, അക്കൗണ്ട്സ് ബേസ് വേണം. ഇത് എന്താ പറയാ, എഫ്എം ചെയ്യണോ, ചില സ്ഥലത്തൊക്കെ ഇതിന്റെയൊക്കെ ബേസ് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലായിരിക്കണം. അപ്പൊ ബേസ് അറിയില്ല, എന്താണ് അസറ്റ്, എന്താണ് ഇത്, എന്താണ് അങ്ങനെ ചെയ്യണത്, എന്തുകൊണ്ട് ഡ്രോയിങ്സ് ആയി, എന്തുകൊണ്ട് ക്യാപിറ്റൽ ഇങ്ങനെ പോകും, അതറിയില്ല എന്നുണ്ടെങ്കിൽ ആ വലിയ പ്രശ്നമാണ്. സോ നാളെ നിങ്ങൾ CA ഇന്റർമീഡിയറ്റ്, CMA ഇന്റർമീഡിയറ്റ്, CS എക്സിക്യൂട്ടീവ് ആ ഒരു സ്റ്റേജിലേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവണം. സോ ഐ തിങ്ക് ഐ am making sense for you guys. So be careful and do accordingly. Okay, so let's see in third session. Bye bye.